വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെയാണ് പറയുന്നത്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക, നന്നായി പഠിക്കുക. ഗ്രാമീണ സംരംഭകത്വം അഥവാ റൂറൽ ഓൺട്രപ്രണർഷിപ്പ്. ഗ്രാമീണ മേഖലയിൽ സംരംഭകത്വം ആരംഭിക്കുന്നതാണ് ഗ്രാമീണ സംരംഭകത്വം. എന്താണ്? ഗ്രാമീണ മേഖലയിൽ സംരംഭകത്വം ആരംഭിക്കുന്നതാണ് ഗ്രാമീണ സംരംഭകത്വം. ഉദാഹരണമായി ഭക്ഷ്യ സംസ്കരണം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ഇതെല്ലാം റൂറൽ ഓൺട്രപ്രണർഷിപ്പിന് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? ഭക്ഷ്യ സംസ്കരണം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കാനും ഗ്രാമീണ മേഖല വികസിക്കാനും റൂറൽ ഓൺട്രപ്രണർഷിപ്പ് സഹായിക്കുന്നു. ഒന്നുകൂടി പഠിക്കുക. ഗ്രാമീണ മേഖലയിൽ സംരംഭകത്വം ആരംഭിക്കുന്നതാണ് ഗ്രാമീണ സംരംഭകത്വം. ഉദാഹരണമായി ഭക്ഷ്യ സംസ്കരണം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കാനും ഗ്രാമീണ മേഖല വികസിക്കാനും റൂറൽ ഓൺട്രപ്രണർഷിപ്പ് സഹായിക്കുന്നു. അഗ്രി ഓൺട്രപ്രണർഷിപ്പ്. കാർഷിക മേഖലയിൽ സംരംഭകത്വം ആരംഭിക്കുന്നതാണ് കാർഷിക സംരംഭകത്വം. എന്താണ്? കാർഷിക മേഖലയിൽ സംരംഭകത്വം ആരംഭിക്കുന്നതാണ് കാർഷിക സംരംഭകത്വം. ഉദാഹരണമായി പട്ടുനൂൽപ്പുഴു വളർത്തൽ, ഔഷധ സസ്യങ്ങളുടെ വളർത്തൽ, തേനീച്ച വളർത്തൽ, ഇവയെല്ലാം. എന്തൊക്കെയാണ്? പട്ടുനൂൽപ്പുഴു വളർത്തൽ, ഔഷധ സസ്യങ്ങളുടെ വളർത്തൽ, തേനീച്ച വളർത്തൽ, കന്നുകാലി വളർത്തൽ, ഇവയെല്ലാം കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രാദേശിക വികസനത്തിനും സഹായിക്കുന്നു. കാർഷിക മേഖലയിൽ സംരംഭകത്വം ആരംഭിക്കുന്നതാണ് കാർഷിക സംരംഭകത്വം. ഉദാഹരണമായി പട്ടുനൂൽപ്പുഴു വളർത്തൽ, ഔഷധ സസ്യങ്ങളുടെ വളർത്തൽ. തൊഴിലവസരം സൃഷ്ടിക്കാനും പ്രാദേശിക വികസനത്തിനും അഗ്രി ഓൺട്രപ്രണർഷിപ്പ് സഹായിക്കുന്നു. ഇത് സാമൂഹിക സംരംഭകത്വം അഥവാ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്. സാമൂഹിക പ്രശ്നങ്ങൾ നവീനമായ ബിസിനസ് രീതികൾ ഉപയോഗിച്ച് പരിഹരിക്കുന്ന സംരംഭമാണ് സാമൂഹിക സംരംഭകത്വം. എന്താണ്? സാമൂഹിക പ്രശ്നങ്ങൾ നവീനമായ ബിസിനസ് രീതികൾ ഉപയോഗിച്ച് പരിഹരിക്കുന്ന സംരംഭം, അതാണ് സാമൂഹിക സംരംഭകത്വം. ഇന്ത്യയിലെ സോഷ്യൽ ഓൺട്രപ്രണേഴ്സിന് ഉദാഹരണം പഠിക്കണം. വിനോബ ഭാവെ, ഫൗണ്ടർ ഓഫ് പൂന്താൻ ആന്തോളൻ. ഇലാഫഡ്, ഫൗണ്ടർ ഓഫ് SEWA, ഫുൾ ഫോം ചോദിക്കാം. സെൽഫ് എംപ്ലോയിഡ് വുമൺ അസോസിയേഷൻ, അതിൻ്റെ ഫൗണ്ടർ ഇലാബട്ടാണ്. ഇത് വൺ വേർഡായിട്ടും ചോദിക്കാവുന്നതാണ്. ഡോക്ടർ എബ്രാഹം M. ജോർജ്, ഫൗണ്ടർ ഓഫ് ജോർജ് ഫൗണ്ടേഷൻ. ഡോക്ടർ വർഗീസ് കുര്യൻ, ഫൗണ്ടർ ഓഫ് അമുൽ ഡയറി. ഒന്നുകൂടി സോഷ്യൽ ഓൺട്രപ്രണേഴ്സിന് നോക്കാം. വൺ വേർഡായിട്ടോ മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ ചോദിക്കാറുണ്ട്. വിനോബ ഭാവെ, ഫൗണ്ടർ ഓഫ് പൂന്താൻ ആന്തോളൻ. ഇലാഫഡ്, ഫൗണ്ടർ ഓഫ് SEWA. അബ്രാഹം M. ജോർജ്, ഫൗണ്ടർ ഓഫ് ജോർജ് ഫൗണ്ടേഷൻ. ഡോക്ടർ വർഗീസ് കുര്യൻ, ഫൗണ്ടർ ഓഫ് അമൂൽ. സാമൂഹിക പ്രശ്നങ്ങൾ നവീനമായ ബിസിനസ് രീതികൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതാണ് സാമൂഹിക സംരംഭകത്വം. വനിതകളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും മാനേജ്മെൻറ്റിലും ഉള്ളതായ ബിസിനസ് സംരംഭമാണ് വനിതാ സംരംഭകത്വം. കൃത്യമായി പറഞ്ഞാൽ 51% കൂടാതെ മൂലധനം സ്ത്രീകൾ കൊണ്ടുവരുന്നതും 51% കുറയാതെ തൊഴിലവസരം സ്ത്രീകൾക്ക് നൽകുന്നതും ആയ ബിസിനസ് സംരംഭമാണ് വനിതാ സംരംഭകത്വം. ഉദാഹരണം ബീന കണ്ണൻ, ഷീല കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. ബീന കണ്ണൻ ശീമാട്ടിയുടെ CEO ആണ്. ഷീല കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി MD ഓഫ് V-Star. ഓൺട്രപ്രണർഷിപ്പും പ്രധാനപ്പെട്ടതാണ്. ഒരു സംരംഭകനാകാൻ പഠനം എന്ന പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന പരിപാടിയാണ് വിദ്യാർത്ഥി സംരംഭകത്വം. ഒരു സംരംഭകനാകാൻ പഠനം എന്ന പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന പരിപാടിയാണ് വിദ്യാർത്ഥി സംരംഭകത്വം. ഉദാഹരണമായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ, സ്റ്റാർട്ടപ്പ് ബോക്സ്. സ്റ്റുഡൻറ്റ് ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഉദാഹരണം മറക്കരുത്. സ്റ്റാർട്ടപ്പ് മിഷനും സ്റ്റാർട്ടപ്പ് ബോക്സും. ഇതുപോലൊരു മറ്റൊരു ഉദാഹരണമുണ്ട്. ബിസിനസ് ഇൻക്യുബേഷൻ ഉദാഹരണമാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ്. അപ്പോൾ മാറിപ്പോകരുത്. സ്റ്റുഡൻറ്റ് ഓൺട്രപ്രണർഷിപ്പിന് ഉദാഹരണം സ്റ്റാർട്ടപ്പ് മിഷനും സ്റ്റാർട്ടപ്പ് ബോക്സുമാണ്. ഒരു സംരംഭകനാകാൻ പഠനം എന്ന പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന പരിപാടിയാണ് വിദ്യാർത്ഥി സംരംഭകത്വം. ഇനി നമുക്ക് ഇന്നവേഷൻ അഥവാ പുതുമ എന്താണെന്ന് നോക്കാം. ഒരു പുതിയ വിപണി കണ്ടെത്തൽ, പുതിയ ഉൽപ്പാദന രീതി കൊണ്ടുവരൽ, പുതിയ ഉൽപ്പന്നം കണ്ടെത്തൽ, അസംസ്കൃത വസ്തുക്കളുടെ പുതിയ ഉറവിടം കണ്ടെത്തൽ, മാനേജ്മെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരൽ, സംഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരൽ. ഇതിനെയൊക്കെ ഇന്നവേഷൻ എന്ന് പറയും. ഒരു പുതിയ പ്രോഡക്റ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ പുതിയ ഉൽപ്പാദന രീതി കണ്ടെത്തുക, പുതിയ വിപണി കണ്ടെത്തുക, അസംസ്കൃത വസ്തുക്കളുടെ പുതിയ ഉറവിടം കണ്ടെത്തുക, മാനേജ്മെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, സംഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരൽ. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് അഥവാ ഇന്നവേഷൻ എന്ന്
വിളിക്കാം. ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ പുതുമ എന്നാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്നവേഷൻ ബിസിനസ്സിൽ കൊണ്ടുവരുന്നവരാണ് ഓൺട്രപ്രണേഴ്സ്. ബിസിനസ് ഇൻക്യുബേഷൻ പ്രധാനപ്പെട്ടതാണ്. സംരംഭങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ബിസിനസ് പിന്തുണ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളാണ് ബിസിനസ് ഇൻക്യുബേഷൻ. സംരംഭങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ബിസിനസ് പിന്തുണ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളാണ് ബിസിനസ് ഇൻക്യുബേഷൻ. സംരംഭകന് സ്വന്തം കാലിൽ നിൽക്കാനാവുന്നതുവരെ ഓഫീസ് സ്ഥലം, സെക്രട്ടറിയൽ സേവനങ്ങൾ, ഫോൺ, ഇൻ്റർനെറ്റ്, മീറ്റിംഗ് സൗകര്യങ്ങൾ, പരിശീലന സൗകര്യങ്ങൾ മുതലായവ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം മൂലധനം കണ്ടെത്താനും ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് സഹായിക്കുന്നു. എന്തൊക്കെയാണ്? സംരംഭകന് സ്വന്തം കാലിൽ നിൽക്കാനാവുന്നത് വരെ ഓഫീസ് സ്ഥലം, സെക്രട്ടറിയൽ സേവനങ്ങൾ, ഫോണ്, ഇൻ്റർനെറ്റ്, മീറ്റിംഗ് സൗകര്യങ്ങൾ, പരിശീലന സൗകര്യങ്ങൾ മുതലായവ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം മൂലധനം കണ്ടെത്താനും ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് സഹായിക്കുന്നു. ഇൻഫോസിസിൻ്റെ സ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണൻ 2012 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് ഇതിനൊരു ഉദാഹരണമാണ്. എന്താണ് സ്റ്റാർട്ടപ്പ് വില്ലേജ്? ബിസിനസ് ഇൻക്യുബേഷന് ഉദാഹരണമാണ്. നമ്മൾ സ്റ്റുഡൻറ്റ് ഓൺട്രപ്രണർഷിപ്പിൽ സ്റ്റാർട്ടപ്പ് മിഷനും സ്റ്റാർട്ടപ്പ് ബോക്സും കണ്ടായിരുന്നു. ഇത് സ്റ്റാർട്ടപ്പ് വില്ലേജ് ആണ്. സ്റ്റാർട്ടപ്പ് വില്ലേജ് ബിസിനസ് ഇൻക്യുബേഷന് ഉദാഹരണമാണ്.